നമസ്കാരം. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഹൈദരാബാദ് നഗരത്തിൻ്റെ ചില വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മുസി നദിയുടെ തീരത്തുറങ്ങുന്ന ചരിത്ര നഗരമാണ് ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാന നഗരമാണ് ഹൈദരാബാദ്. ഹൈദരാബാദിന് ഒരു ഇരട്ട സഹോദരിയുണ്ട്, സെക്കന്ദരാബാദ് സിറ്റി. മനുഷ്യനിർമ്മിതമായ തടാകമായ ഹുസൈൻ സാഗർ തടാകം ഈ ഇരട്ട നഗരങ്ങളെ വേർതിരിക്കുന്നു. 1562 നഗരം പണികഴിപ്പിച്ച മുഹമ്മദ് ഖുലി കുത്തബ് ഷായുടെ പത്നി ഹൈദർ മഹലിൻ്റെ പേരിൽ നിന്നാണ് ഹൈദരാബാദിന് ഈ പേര് ലഭിച്ചത്. ഇതാണ് ചരിത്രം. നൈസാമുകളുടെ നഗരമെന്ന് വിളിപ്പേരുള്ള ഹൈദരാബാദ് ആദ്യം കുത്തബ് ഷാ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. ഹൈദരാബാദിലെ പ്രശസ്തമായ മക്ക മസ്ജിദ് 1617 ആറാം കുത്തബ് ഷാ രാജാവ് സുൽത്താൻ മുഹമ്മദ് പണികഴിപ്പിച്ചതാണ്. സുൽത്താൻ നഗർ എന്ന ഒരു പട്ടണവും അദ്ദേഹം അവിടെ പണിതു. പിന്നീട് നഗരം മുഗൾ വംശത്തിന് കീഴിലായി. ഔറംഗസേബ് മുതൽ നിരവധി മുഗൾ ഭരണാധികാരികൾ ഹൈദരാബാദ് ഭരിച്ചു. മുഗൾ വംശത്തിനു ശേഷം ഔറംഗസീബിൻ്റെ പട്ടാള മേധാവിയുടെ പുത്രൻ മീർ കമറുദ്ദീൻ സ്ഥാപിച്ച ആസിഫ് ജാഹി രാജവംശമാണ് ഹൈദരാബാദിൻ്റെ ഭരണം ഏറ്റെടുത്തത്. നൈസാം എന്ന സ്ഥാനപ്പേരിലായിരുന്നു അവരുടെ ഭരണം. ഫ്രഞ്ചുകാരോടും ബ്രിട്ടീഷുകാരോടും സൗഹൃദത്തിൽ ഇടപഴകിയ നൈസാമുകൾക്ക് ഭരണത്തിൽ തുടരാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. മൂന്നാം നൈസാമായ സിക്കന്ദർ ഷായുടെ കാലത്താണ് സെക്കന്ദരാബാദ് നഗരം പണിതീർത്തത്. കാലങ്ങൾക്കു ശേഷം സെക്കന്ദരാബാദ് ബ്രിട്ടീഷ് സേനയുടെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. 150 വർഷത്തോളം ഹൈദരാബാദ് ഭരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. മുത്തുകളുടെയും പവിഴങ്ങളുടെയും വാണിജ്യത്തിന് പേരെടുത്ത നഗരമാണ് ഹൈദരാബാദ്. അതിനാൽ മുത്തുകളുടെ നഗരം, സിറ്റി ഓഫ് പേൾസ് എന്നൊരു പേരും ഇതിനുണ്ട്. ഇന്ത്യയിലെ സൈബർ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈദരാബാദ്. സൈബർ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം കണക്കിലെടുത്ത് ഹൈദരാബാദിനെ സൈബറാബാദ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ പ്രധാന നഗരമായ ഹൈദരാബാദിനെ പറ്റിയുള്ള ചെറിയ വിവരണം മാത്രം. നന്ദി, നമസ്കാരം.